ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഉഴുന്ന് വടയാണ്. 1 കപ്പ് ഉഴുന്നെടുത്ത് 4 മണിക്കൂർ നേരം കുതിർത്തി വയ്ക്കാം. വെള്ളം കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം. പിന്നെ തെളിച്ച് കൊടുത്ത് നോക്കിയേ ഒഴിക്കാവൂ. വെള്ളം കൂടിപ്പോകരുത്. തീരെ വെള്ളമില്ലാതെ അരച്ചെടുക്കരുത്. നോക്കി ഒഴിച്ച് അരച്ചെടുക്കാം. എന്നാലാണ് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാൻ കഴിയുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ പ്ലേറ്റിൽ കാണുന്നത് അരച്ചെടുത്ത ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി 1 പകുതി സവാള മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്. ഇതാണ് അരച്ചെടുത്ത ശേഷം ആ മാവിൽ ഇട്ട് കൊടുക്കേണ്ടത്. മാവ് ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കാം. മാവ് അരച്ച ശേഷം ശരിയായോ എന്ന് നോക്കാൻ വെള്ളത്തിൽ ചെറിയ ഉരുളകളായി ഇട്ട് കൊടുത്താൽ അത് പൊങ്ങി വരും. അപ്പോൾ മാവ് ശരിയായി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വെള്ളത്തിൽ താണു പോവുകയാണ് ചെയ്യുക. ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അത് മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ്. ഇങ്ങനെ അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അഥവാ ചെറിയ രീതിയിൽ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കാം. ഉഴുന്ന് നല്ല രീതിയിൽ അരച്ചാൽ മാത്രമേ വടയുണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കുകയുള്ളൂ. അരിപ്പൊടി ഇട്ടാൽ വടയ്ക്ക് സ്വാദൊന്നും കുറയില്ല. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി പ്ലേറ്റിൽ വെച്ച സാധനങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം അടിച്ചെടുക്കാം. ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ അടിച്ചെടുത്താൽ മതി. കുരുമുളക് കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതുമല്ലെങ്കിൽ ഒഴിവാക്കാം. പുറത്തുനിന്ന് വട വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പിന്നെ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ അരച്ച ഉടനെ ചുടുന്നതാണ് നല്ലത്. വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് പരത്തി ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം. ഇട്ട ശേഷം തീ കുറയ്ക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. 2 കൈയും ഉപയോഗിച്ചാണ് വടയുണ്ടാക്കുന്നതെങ്കിൽ ആദ്യം 2 കൈയും ഒന്ന് നനച്ച് ഉള്ളം കൈയിൽ പരത്തി ഒരു ദ്വാരമുണ്ടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്താൻ പരിചയമുള്ളവരാണെങ്കിൽ 1 കൈയിൽ എടുത്തു തന്നെ പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. ഗ്രൈൻഡറിലല്ല അരക്കുന്നതെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം സ്പൂണിലെടുത്തൊഴിച്ച് അരച്ചെടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഗ്രൈൻഡറിൽ അരക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം വടയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വട വേവിച്ചെടുക്കാം. എടുക്കാറാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വടയെടുക്കാം. അപ്പോൾ എണ്ണ കുടിക്കില്ല. ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉഴുന്ന് വടയുണ്ടാക്കാൻ എടുക്കുന്ന ഉഴുന്ന് പഴയതാവരുത്, നല്ല ഉഴുന്നായിരിക്കണം. പിന്നെ ബോൾസ് പോലെയുള്ള ഉഴുന്നാണ് ഏറ്റവും നല്ലത്. ഉഴുന്ന് നല്ലതല്ലെങ്കിൽ വടയുണ്ടാക്കിയാൽ ശരിയാവില്ല. ഇനി വടയുണ്ടാക്കുന്നവർക്ക് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരക്കാൻ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തത്. ഇനി ഇത് മാറ്റിവെച്ച് ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.